ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അനുരഞ്ജന നീക്കങ്ങൾ തുടങ്ങി. സംഘർഷം മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന വിലയിരുത്തലിലാണ് ഗൾഫ് രാജ്യങ്ങൾ. വെള്ളിയാഴ്ച പുലർച്ചെയോടെ ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണവും തിരിച്ചടിയായി 24 മണിക്കൂറിനകം ഇറാൻ നടത്തിയ പ്രത്യാക്രമണവും ഗൾഫ് മേഖലയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഇറാന്റെ പരമാധികാരത്തിനുമേൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഖത്തറും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ഖത്തറിലെ ഇറാൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുല്ല അൽ സൗദുമായി നിലവിലെ സാഹചര്യങ്ങൾ ഫോണിൽ ചർച്ച ചെയ്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഫോണിൽ ബന്ധപ്പെട്ട് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇറാൻ വ്യോമപാത അടച്ചതോടെ ഇപ്പോൾ തന്നെ ഗൾഫിൽ നിന്നുള്ള പല വിമാന സർവീസുകളും റദ്ദാക്കുകയോ കാലതാമസം നേരിടുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. അൻവർ പാലേരി, 24 ദോഹ.